നിർണായക കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വി.ഡി. സതീശൻ ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ വീട്ടിൽ നിന്ന് കെ.സി. വേണുഗോപാലിന്റെ വീട്ടിലേക്കുള്ള യാത്രയിലാണെന്നാണ് മനസ്സിലാക്കുന്നത്. നാലാഞ്ചിറയിലെ കെ.സി. വേണുഗോപാലിന്റെ വസതിയിലേക്കാണ് അദ്ദേഹം കൂടിക്കാഴ്ചയ്ക്കായി ഇറങ്ങിയിരിക്കുന്നത്. നിലവിൽ ആ വീട്ടിൽ ജബി മേത്തർ, ബിന്ദു കൃഷ്ണ, എം ലിജു ഉൾപ്പെടെയുള്ളവരുണ്ടെന്നും മനസ്സിലാക്കുന്നു. ഒപ്പം തന്നെ വി.ഡി. സതീശൻ രമേശ് ചെന്നിത്തലയുമായി നടത്തിയ ചർച്ചയിൽ കൂടിക്കാഴ്ചയിൽ അൻവർ സാദത്തിനെ മന്ത്രിസഭയിലേക്ക് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉറപ്പു നൽകിയതായിട്ടുള്ള വാർത്ത കൂടി പുറത്തുവന്ന മണിക്കൂറിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. മറ്റെന്തൊക്കെ ഉപാധികൾ രമേശ് ചെന്നിത്തല വെച്ചിട്ടുണ്ടോ, അതൊക്കെ അംഗീകരിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യമൊന്നും വ്യക്തമല്ല. പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ഏത് വകുപ്പ് നൽകും. രമേശ് ചെന്നിത്തല എന്തായാലും മന്ത്രിസഭയിലേക്ക് വേണം എന്നുള്ള ആവശ്യം തന്നെയാണ് വി.ഡി. സതീശനും ഒപ്പം മറ്റെല്ലാ മുതിർന്ന നേതാക്കൾക്കും ഉള്ളത്. അപ്പോൾ അദ്ദേഹത്തെ അനുനയിപ്പിച്ച് ഏത് വകുപ്പ് നൽകും എന്നുള്ള കാര്യം കൂടി അറിയേണ്ടതുണ്ട്. കൂടുതൽ വിശദാംശങ്ങളുമായി ഷഫീദ് റാവുത്തർ ചേരുകയാണ്. അതെ, ഷഫീദിലേക്ക് വരാം. ഇപ്പോൾ ജിബിൻ ജെബിയിലേക്ക് പോവുകയാണ്. ജിബിൻ ചേരുന്നത് കെ.സി. വേണുഗോപാലിന്റെ വസതിയിൽ നിന്നാണ്. ജിബിൻ, അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ് നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ എന്ന് മനസ്സിലാക്കുന്നു. അവിടെ എ ഗ്രൂപ്പ് നേതാക്കൾ, ഒപ്പം തന്നെ കെ.സി., ആർ.സി. പക്ഷ നേതാക്കളൊക്കെ കൂടിക്കാഴ്ച നടത്തുന്നത് നമ്മൾ അല്പസമയം മുൻപ് കണ്ടതാണ്. ആ കൂടിക്കാഴ്ച പൂർണ്ണമായിട്ടുണ്ടോ? എങ്ങനെയാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ്? നിലവിൽ കെ.സി. വേണുഗോപാലിന്റെ ഈ കാണുന്ന തിരുവനന്തപുരം നാലഞ്ചിറയിലുള്ള വീട്ടിലുള്ളത് ജബി മേത്തർ, ബിന്ദു കൃഷ്ണ ഉൾപ്പെടെയുള്ളവരാണ്. അല്പസമയം മുമ്പ് വരെ എം ലിജു ഉണ്ടായിരുന്നു. എം ലിജു അല്പസമയം മുമ്പാണ് പുറത്തേക്ക് പോയത്. ഇന്ന് രാവിലെ മുതൽ തന്നെ യു.ഡി.എഫിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഈ വീട്ടിലേക്ക് എത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. യു.ഡി.എഫ് കൺവീനർ, ഘടകകക്ഷി നേതാക്കന്മാർ, എം.പിമാർ, തിരഞ്ഞെടുക്കപ്പെട്ട എം.എൽ.എമാർ, അങ്ങനെ എല്ലാവരും തന്നെ കെ.സി. വേണുഗോപാലിന്റെ ഈ വീട്ടിലേക്കാണ് എത്തിയത്. നമുക്ക് പറയാൻ സാധിക്കുന്ന അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ യു.ഡി.എഫിന്റെ ഇന്നത്തെ ഈ നേതൃയോഗം എന്ന് തന്നെ പറയാം. ആ കണക്കിനായിരുന്നു യു.ഡി.എഫിന്റെ നേതാക്കൾ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് യു.ഡി.എഫ് കൺവീനർ പറഞ്ഞത് ഇവിടെ ചർച്ചയില്ല നടന്നത്, ഒരു സൗഹാർദ്ദപരമായ കൂടിക്കാഴ്ചയ്ക്കാണ് എത്തിയതെന്നാണ് യു.ഡി.എഫ് കൺവീനർ പറഞ്ഞത്. പക്ഷേ അതല്ല സംഭവം എന്നുള്ള കാര്യം നമുക്ക് തീർത്തും പറയാൻ സാധിക്കും. കാരണം നിർണായകമായ ചർച്ചകൾ തന്നെയാണ് ഈ വീട്ടിന്റെ അകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ നേതാക്കന്മാരും ഓരോ സമയത്തായി വരുന്നു, കൃത്യമായി കെ.സി. വേണുഗോപാലുമായി കൂടിക്കാഴ്ച നടത്തുന്നു. അവരുടെ ആവശ്യങ്ങളൊക്കെ തന്നെ കൃത്യമായി കെ.സി. വേണുഗോപാലിന്റെ ഭാഗത്ത് ഉന്നയിച്ച ശേഷമാണ് ഓരോരുത്തർ മടങ്ങിപ്പോവുകയും ചെയ്തത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രമേശ് ചെന്നിത്തല കുറച്ച് ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിൽ അൻവർ സാദത്തിന്റെ കാര്യം മാത്രമാണ് ഇപ്പോൾ ഒരു ഉറപ്പ് ലഭിച്ചതായി പറയുന്നത്. മറ്റു കാര്യങ്ങൾ വി.ഡി. സതീശന് ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ സാധിക്കില്ല. കാരണം ഏറ്റവും അധികം എം.എൽ.എമാരുടെ ഭൂരിപക്ഷം അല്ലെങ്കിൽ എം.എൽ.എമാർ കൂടെയുള്ളത് കെ.സി. വേണുഗോപാലിനോടൊപ്പമാണ്, കെ.സി. ക്യാമ്പിനോടൊപ്പമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ നിർണായകമായി തീരുമാനമെടുക്കാൻ സാധിക്കുക. അത് കെ.സി. വേണുഗോപാലിനെ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് വി.ഡി. സതീശൻ മുഖ്യമന്ത്രിക്ക് തീരുമാനമെടുക്കാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഈ കൂടിക്കാഴ്ചയ്ക്ക് അത്രയും വലിയൊരു രാഷ്ട്രീയ പ്രാധാന്യം ഉള്ളതും. എന്തായാലും അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഈ വീട്ടിലേക്ക് എത്തുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നേരത്തെ രമേശ് ചെന്നിത്തല അദ്ദേഹം വീട്ടിൽ ചെന്ന് കണ്ടിരുന്നു. അവിടെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതികരിക്കാൻ തയ്യാറായില്ല. ഇനി ഇവിടേക്ക് എത്തി കെ.സി. വേണുഗോപാലിനോടൊപ്പം കൂടിക്കാഴ്ച നടത്തിയ ശേഷം മുഖ്യമന്ത്രി എന്താണ് പറയുന്നത് എന്നുള്ള കാര്യമാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കാരണം വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചർച്ചകൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ആരാകും എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ ഏറ്റവും അവസാന ലാപ്പിൽ വരെ ഉണ്ടായിരുന്നത് മുഖ്യമന്ത്രി വി.ഡി. സതീശനും അതുപോലെ തന്നെ കെ.സി. വേണുഗോപാലുമാണ്. നമുക്ക് അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹം ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ നാലാഞ്ചിറയിലുള്ള ഈ വീട്ടിലേക്ക് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും രാഷ്ട്രീയപരമായിട്ടുള്ള ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കൂടിക്കാഴ്ചയാണ് ഇന്ന് ഈ വീട്ടിൽ നടക്കാൻ പോകുന്നത്. കെ.സി. വേണുഗോപാലിന്റെ നാലാഞ്ചിറയിലുള്ള വീട്ടിൽ നടക്കാൻ പോകുന്നത്. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇപ്പോൾ കെ.സി. വേണുഗോപാലിന്റെ നാലാഞ്ചിറയിലുള്ള വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. നിലവിൽ നമുക്ക് അദ്ദേഹത്തെ കാണാൻ സാധിക്കും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. അല്പസമയം മുമ്പാണ് അദ്ദേഹം രമേശ് ചെന്നിത്തലയെ പോയി നേരിൽ കണ്ടത്. കാരണം ഏറ്റവും അധികം ഇപ്പോൾ നിരാശനായിട്ടുള്ളത് രമേശ് ചെന്നിത്തലയാണ്. അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയാകാനെന്നുള്ള ആഗ്രഹം നടന്നില്ല. പക്ഷേ ഇപ്പോൾ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് ക്യാബിനറ്റിൽ അദ്ദേഹത്തിന് നിർണായക പദവി, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അനുയായികൾക്ക് നിർണായക പദവികൾ ലഭ്യമാക്കുക എന്നുള്ള ഒരു കാര്യമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. അത് അൻവർ സാദത്തിന്റെ കാര്യം തീരുമാനമായിട്ടുണ്ട്. മറ്റു കാര്യങ്ങൾ കൂടി വി.ഡി. സതീശൻ കെ.സി. വേണുഗോപാലുമായി ചർച്ച നടത്തുമെന്നുള്ള ഒരു വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരികയും ചെയ്യുന്നത്. അതായത് ജിബിൻ, ഒരു കാര്യത്തിൽ വി.ഡി. സതീശൻ ഉറപ്പ് നൽകി, അൻവർ സാദത്തിന്റെ കാര്യത്തിൽ മറ്റ് ആവശ്യങ്ങളിൽ എന്താണ് നിലപാട് എന്നുള്ളത് തീരുമാനിക്കുന്നതിന് വേണ്ടിയുള്ള നിർണായകമായ കൂടിക്കാഴ്ചയാണ്. ഈ കൂടിക്കാഴ്ചയിൽ ഒരു തീരുമാനം പുറത്തു വരുമോ? അനുജ, തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും അധികം എം.എൽ.എമാരുടെ പിന്തുണ അത് നിലവിലുള്ളത് കെ.സി. വേണുഗോപാലിനാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്ക് സ്വമേധയാ ഒരു തീരുമാനമെടുക്കാൻ സാധിക്കില്ല ഇത്തരം വിഷയങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് വലിയ രീതിയിലുള്ള പ്രാധാന്യം ലഭിക്കുകയും ചെയ്തത്. കഴിഞ്ഞ ദിവസം കന്റോൺമെന്റ് ഹൗസിൽ നടന്ന യു.ഡി.എഫ് നേതൃയോഗത്തിന് ശേഷം യു.ഡി.എഫ് കൺവീനർ ഉൾപ്പെടെയുള്ളവർ പുറത്തു വന്ന് പ്രതികരിച്ചത്. യു.ഡി.എഫ് കൺവീനറും അതുപോലെ തന്നെ ഘടകകക്ഷി നേതാക്കളും പുറത്തു വന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞത് കഴിഞ്ഞ ദിവസം നടന്നത് ഒരു പ്രാഥമിക യോഗം മാത്രമാണ്. എ.ഐ.സി.സിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ അടുത്ത ദിവസം എത്തുന്നുണ്ട്. അദ്ദേഹത്തോട്
കേസിനോടൊപ്പമുള്ള ചർച്ചകൾക്ക് കൂടി ശേഷമായിരിക്കും ആരൊക്കെയാണ് മന്ത്രി, ആരൊക്കെ മന്ത്രിമാരാകും, അവർക്കൊക്കെ ഏതൊക്കെ വകുപ്പുകൾ നൽകുമെന്നുള്ള കാര്യത്തിൽ തീരുമാനമാകുമെന്ന് അക്കാര്യങ്ങളൊക്കെ തന്നെ വി ഡി സതീശന്റെ ക്യാമ്പിലുള്ളവർ സ്ഥിരീകരിച്ചിരുന്നു. കാരണം ഇത് സംബന്ധിച്ച് മന്ത്രിസഭയെ സംബന്ധിച്ച് മന്ത്രിസഭയിൽ ആരൊക്കെ ഉണ്ടാകണം, മന്ത്രിസഭയിൽ ഉണ്ടാകുന്നവർക്ക് ഏതൊക്കെ വകുപ്പുകളാണ് നൽകുന്നത് എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. അത് അന്തിമ തീരുമാനമെടുക്കുക. അത് കെ സി വേണുഗോപാലിന്റെ കൂടി ആവശ്യങ്ങളും നിർദ്ദേശങ്ങളും കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ ചർച്ചകളൊക്കെ ഈ വീട് കേന്ദ്രീകരിച്ച് പുരോഗമിക്കുകയും ചെയ്തിട്ടുള്ളൂ. ഇന്ന് രാവിലെയോട് കൂടി തന്നെ കന്റോൺമെന്റ് ഹൗസിലേക്കാണ് എല്ലാ MLA-മാരും ഘടകകക്ഷി നേതാക്കളൊക്കെ എത്തുമെന്ന് നമ്മൾ കരുതിയിരുന്നെങ്കിലും ആ ഒരു യോഗത്തിന് എത്തേണ്ടവരെല്ലാം എത്തിയത് കെ സി വേണുഗോപാലിന്റെ ഈ വീട്ടിലേക്കാണ്. കാരണം ഈ വീട്ടിൽ നിന്ന് നടക്കുന്ന ചർച്ചകളാണ് ഏറ്റവും നിർണായകം. അത് സൂചിപ്പിക്കുന്നത് തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് കെ സി വേണുഗോപാലിന്റെ ഈ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. കാരണം പലതരത്തിലുള്ള കാര്യങ്ങൾ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയെ അന്വയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ അത് സംബന്ധിച്ചുള്ള കൃത്യമായ ചർച്ചകൾ നടത്തണമെന്നുണ്ടെങ്കിൽ അതിന് കെ സി വേണുഗോപാലും മുഖ്യമന്ത്രി വി ഡി സതീശനും ഒന്നിച്ചിരുന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. കാരണം കെ സി വേണുഗോപാലിന്റെ പിന്തുണ അത് RC ക്യാമ്പിനുണ്ട്, അതുപോലെ തന്നെ RC ക്യാമ്പിന്റെ പിന്തുണ കെ സി ക്യാമ്പിനുമുണ്ട്. പക്ഷേ മുഖ്യമന്ത്രിയായിട്ടുള്ള വി ഡി സതീശൻ മാത്രമാണ് ഒറ്റയ്ക്ക് നിൽക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് നല്ല രീതിയിലുള്ള ഒരു മന്ത്രിസഭ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു മന്ത്രിസഭ രൂപീകരിക്കണമെന്നെങ്കിൽ ഈ 3 നേതാക്കളും ഒന്നിച്ചു നിന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ആ ഒരു തിരിച്ചറിവ് തന്നെയാണ് മുഖ്യമന്ത്രി ഈ വീട്ടിലേക്ക് ഇപ്പോൾ എത്തിച്ചിരിക്കുകയും ചെയ്തത്. എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ രമേശ് ചെന്നിത്തലയെ അദ്ദേഹം വീട്ടിൽ ചെന്ന് കണ്ടിട്ടുണ്ട്, രമേശ് ചെന്നിത്തലയോട് സംസാരിച്ചിട്ടുണ്ട്, ഘടകകക്ഷി നേതാക്കളോട് സംസാരിച്ചിട്ടുണ്ട്. ഘടകകക്ഷികളുടെ കാര്യമൊക്കെ ഏകദേശം ഒരു തീരുമാനത്തിലേക്ക് എത്തിയ ലക്ഷണമാണ്. അവിടെ മറ്റു പ്രശ്നങ്ങളില്ല. പക്ഷേ ഇപ്പോഴും പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് RC ക്യാമ്പിലും കെ സി ക്യാമ്പിലുമാണ്. RC മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അദ്ദേഹത്തോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ പ്രധാന അനുയായികളും ക്യാബിനറ്റിൽ ഉണ്ടാകണം. 3 ആവശ്യങ്ങൾ അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. അതിൽ അൻവർ സാദത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ ഏകദേശം തീരുമാനമാകുകയും ചെയ്തിട്ടുള്ളൂ. ഇനിയുള്ളത് കെ സി ക്യാമ്പിലാണ്. കാരണം കെ സി ക്യാമ്പിൽ നിന്ന് 6 മന്ത്രിമാർ വേണമെന്നുള്ള ഒരു കാര്യമാണ് അവർ ഉന്നയിച്ചിട്ടുള്ളത്. അത് ഓരോരുത്തരുടെ പേര് തന്നെ കെ സി ക്യാമ്പ് കൃത്യമായി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അവരെല്ലാം തന്നെ ഇന്ന് രാവിലെ മുതൽ ഈ ഓഫീസിലേക്ക് ഇവിടെ കെ സിയുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അതുപോലെ RC ക്യാമ്പിൽ ഉണ്ടായിരുന്നവർ RC ക്യാമ്പിൽ നിന്ന് മന്ത്രിസഭയിലേക്ക് എത്തണമെന്ന് രമേശ് ചെന്നിത്തല ആഗ്രഹിച്ചിട്ടുള്ളവർ അവരും രാവിലെ കെ സി വേണുഗോപാലിനെ വന്ന് കണ്ടിരുന്നു. അതുപോലെ തന്നെ മുതിർന്ന നേതാക്കൾ, എ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന മുതിർന്ന നേതാക്കൾ അവരെല്ലാവരും തന്നെ ഈ വീട്ടിലേക്ക് രാവിലെ എത്തി കെ സി വേണുഗോപാലെ കൃത്യമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനൊക്കെ ഒടുവിലാണ് UDF കൺവീനർ തന്നെ ഇങ്ങോട്ടേക്ക് നേരിട്ടെത്തി ചർച്ച നടത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അദ്ദേഹം അത് ചർച്ചയല്ല, സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയാണെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും കൃത്യമായി പറയാൻ സാധിക്കും. കാരണം മന്ത്രിസഭയിലേക്ക് ആരൊക്കെയാണോ ലക്ഷ്യമിടുന്നത്, കെ സി വേണുഗോപാൽ പക്ഷം ആരെയൊക്കെയാണോ മന്ത്രിസഭയിലേക്ക് എത്തിക്കാൻ ലക്ഷ്യം വയ്ക്കുന്നത്, അതുപോലെ RC പക്ഷം ആരെയൊക്കെയാണോ മന്ത്രിസഭയിലേക്ക് എത്തിക്കാൻ ലക്ഷ്യം വയ്ക്കുന്നത്, ആ നേതാക്കളെല്ലാം തന്നെയാണെന്ന് കെ സി വേണുഗോപാലിന്റെ ഈ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. അല്പസമയം മുമ്പ് അവരെല്ലാം തന്നെ പുറത്തു പോയിട്ടുണ്ട്. നിലവിൽ മുഖ്യമന്ത്രി ഈ വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് ഇപ്പോൾ കെ സിയോടൊപ്പം ഈ വീട്ടിലുള്ളത് ജബി മേത്തർ, ബിന്ദുകൃഷ്ണ ഉൾപ്പെടെയുള്ള നേതാക്കൾ മാത്രമാണ്. മറ്റെല്ലാവരും തന്നെ ചർച്ച നടത്തി പുറത്തേക്ക് പോവുകയും ചെയ്തിട്ടുള്ള. അതിൽ എടുത്തു പറയേണ്ടത് നമ്മൾ രാവിലെ പറഞ്ഞതുപോലെ കെ സി ക്യാമ്പിന് കൂടുതൽ ആവേശം പകർന്നുകൊണ്ട് മുതിർന്ന നേതാക്കൾ തന്നെ രംഗത്തേക്ക് എത്തുന്നത് നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തെ പിച്ചി ചീന്തി എന്ന് പറഞ്ഞുകൊണ്ട് മുതിർന്ന നേതാക്കൾ MP ആന്റോ ആന്റണി MP, അതുപോലെ MK രാഘവൻ MP തുടങ്ങിയവരാണ് കെ സി പക്ഷത്തിന് ആവേശം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ കെ സിക്ക് കൂടുതൽ കരുത്താർജിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരികയും പ്രതികരണങ്ങൾ നടത്തുകയും ചെയ്തത്. അതിനുശേഷമാണ് രമേശ് ചെന്നിത്തലയുടെ ക്യാമ്പിൽ നിന്ന് രമേശ് ചെന്നിത്തലയോടൊപ്പം എപ്പോഴും നിൽക്കുന്ന അൻവർ സാദത്ത് ഉൾപ്പെടെയുള്ള നേതാക്കൾ കൂടി ഈ വീട്ടിലേക്ക് എത്തുന്നതും അവർ കൂടിക്കാഴ്ച നടത്തി മടങ്ങുകയും ചെയ്തത്. അതിനൊക്കെ ഒടുവിലാണ് ഇപ്പോൾ കെ സി വേണുഗോപാൽ തിരുവനന്തപുരത്തേക്ക് എത്തിയിട്ട് ഏകദേശം 15 മണിക്കൂറുകൾ പിന്നിടുകയാണ്. അതിനൊടുവിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ തന്നെ കെ സി വേണുഗോപാലുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ ഈ വീട്ടിലേക്ക് മുഖ്യമന്ത്രിയായി വി ഡി സതീശനെ പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള ആദ്യ കൂടിക്കാഴ്ച കൂടിയാണ് കെ സി വേണുഗോപാലുമായി അദ്ദേഹം നടത്തുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി 2 കാര്യങ്ങൾ രമേശ് ചെന്നിത്തല മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങൾ, അതിൽ ഒന്നിൽ തീരുമാനമായിട്ടുണ്ട്. അൻവർ സാദത്ത് മന്ത്രിസഭയിലേക്ക് എന്നതിൽ വി ഡി സതീശൻ ഉറപ്പ് നൽകി. മറ്റ് കാര്യങ്ങളിലൊക്കെ എങ്ങനെയാകും ഇനി മുന്നോട്ട് പോകേണ്ടത് കോൺഗ്രസ് നേതൃത്വം എന്നുള്ളതിൽ, ഒപ്പം തന്നെ കെ സി ക്യാമ്പ് മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യങ്ങൾ 6 മന്ത്രിമാർ എന്നുള്ള ആവശ്യമാണ് അവർ മുന്നോട്ട് വെച്ചത്. അപ്പോൾ അതിലുള്ള തീരുമാനം എങ്ങനെ, ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളിലുള്ള ചർച്ചയാകും ഇനി ഉണ്ടാകാൻ പോകുന്നത്. വളരെ നിർണായകമായ കൂടിക്കാഴ്ച, ചർച്ച തലസ്ഥാനത്ത് പുരോഗമിക്കുകയാണ്. ഇന്ന് തന്നെ പട്ടിക തയ്യാറാകും എന്നതാണ് KPCC അധ്യക്ഷൻ പറഞ്ഞിട്ടുള്ളത്. ഹൈക്കമാൻഡിന് കൈമാറും. അതിന് തൊട്ടു പിന്നാലെ നാളെ തന്നെ ഗവർണർക്ക് പട്ടിക നൽകും എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്ക് വളരെ വേഗം എത്തേണ്ടതുണ്ട്. നിർണായകമായ കൂടിക്കാഴ്ചകൾ, കൂടിയാലോചനകൾ, ചർച്ചകൾ തലസ്ഥാനത്ത് പുരോഗമിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.